ഇനി 26-ാം തവണ കൈലാസയാത്ര പുറപ്പെടുന്ന ഒരു വനിതയെ നമുക്ക് പരിചയപ്പെടാം. പാലക്കാട് സ്വദേശിനിയായ രാജലക്ഷ്മി CK ആണ് 26-ാം തവണ മാനസരോവർ കൈലാസയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. ആ വിശേഷങ്ങളിലേക്ക്. ഭഗവാൻ കൈലാസനാഥനെ കാണാൻ കൈലാസത്തിൽ തന്നെ പോവുക എന്നുള്ളത് സ്വപ്ന തുല്യമായ ഒന്നാണ്. എന്നാൽ 25 തവണ കൈലാസത്തിലെത്തി ഭഗവാനെ ദർശിച്ച പാലക്കാട് സ്വദേശിനിയായ രാജലക്ഷ്മി CK വീണ്ടും കൈലാസം കയറാനുള്ള ഒരുക്കത്തിലാണ്. മഞ്ഞുമലകൾ കയറി ഭഗവാനെ ദർശിക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണെന്ന് രാജലക്ഷ്മി പറയുന്നു. ശിവനെ മാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണ ലൈഫിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം കൈലാസത്തിൽ പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. ഭഗവതി ഉപാസകയായ രാജലക്ഷ്മി ഒരു ട്രക്കിങ്ങിൻ്റെ ഭാഗമായാണ് ആദ്യം കൈലാസം കയറുന്നത്. എന്നാൽ പിന്നീട് ഭഗവാനിൽ അലിയുകയായിരുന്നു. ആദ്യമായിട്ട് ഞാൻ 1995 പോയത്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രാക്കിംഗ് പർപ്പസിൽ പോയതാണ്. ശിവനെ ആലോചിച്ച് പോയതല്ല, കാരണം ഞാൻ ഭഗവതിയെ പൂജിക്കുന്നവളാണ്. അപ്പോൾ പോയി ഒരു ട്രാക്കിംഗ് പർപ്പസിൽ. പക്ഷേ അതിനുശേഷം ആ ട്രാക്കിംഗ് അല്ല, പിന്നെ ഭഗവാൻ എന്നെ തന്നെ അവിടേക്ക് വിളിക്കാൻ തുടങ്ങി, പിന്നെ എല്ലാ കൊല്ലവും. കൈലാസയാത്രയ്ക്ക് ഏറ്റവും കുറവ് ആളുകൾ എത്തുന്നത് കേരളത്തിൽ നിന്നാണെന്നാണ് രാജലക്ഷ്മി പറയുന്നത്. എന്തുകൊണ്ടൊക്കെയോ മലയാളികൾക്ക് കൈലാസയാത്രയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ട്. ഡൽഹിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് പോയതും. ഇപ്പോൾ കേരളത്തിൽ ഞാൻ കമ്മിയേ വരാറുള്ളൂ. കേരളത്തിലെ ആൾക്കാർ ഭയങ്കര കമ്മിയേ വന്നിട്ടുള്ളൂ, 1-2 വന്നിട്ടുള്ളൂ. ഇരുപത്തിയാറാം തവണയും കൈലാസം കയറാൻ ഒരുങ്ങുമ്പോൾ മലയാളികളായ വിശ്വാസികൾ ഒരു തവണയെങ്കിലും കൈലാസനാഥനെ കാണാൻ ശ്രമിക്കണം എന്നാണ് രാജലക്ഷ്മിക്ക് പറയാനുള്ളത്. അതിനായി എന്ത് സഹായവും താൻ നൽകാൻ ഒരുക്കമാണെന്നും മുൻ എയർലൈൻ ജീവനക്കാരിയായിരുന്ന രാജലക്ഷ്മി പറയുന്നു. ജനം, പാലക്കാട്.